എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വൈകിട്ടത്തെ ചായക്കുള്ള ലഘു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പലഹാരത്തിൻ്റെ പേര് വത്സൻ എന്നാണ് ഈ ഭാഗത്തൊക്കെ പറയുക. പുറമേ പോയി കഴിഞ്ഞാൽ ഇലയട എന്നും പറയും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പഴുത്ത ചക്ക വേവിച്ച് മിക്സിയിലിട്ട് അടിച്ച് വരട്ടിയെടുക്കും. അതിനുശേഷം അതിൽ വെല്ലം, ഏലക്കായ്, ചുക്ക്, ഇങ്ങനെയുള്ള നെയ്യൊക്കെ ഒഴിച്ച് അതിനെ വരട്ടി ഒരു പരുവത്തിലാക്കി എടുക്കും. അതിനൊരു ജാമ് പോലെ ആവും. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത്, കർക്കിടക മാസത്തിലൊന്നും ചക്ക കിട്ടാതെ വരുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ അത് പഴുത്ത ചക്കയും തേങ്ങയും കുറച്ച് ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടും, പിന്നെ അരിമാവ് ഒന്നുകിൽ മിക്സിയിലിട്ട് അടിക്കാം, പച്ചരി, അതല്ലെങ്കിൽ അരിപ്പൊടി കുറച്ച് പരത്തുന്ന രീതിയിലാക്കിയിട്ട് അത് ഇലയിൽ പരത്താം. അങ്ങനെ ആകുമ്പോൾ അത് ഇലയടയാവും. ഇതേപോലെ പ്ലാവിൻ്റെ ഇലയിൽ പരത്തുകയാണെങ്കിൽ അവിടെ അത് വത്സൻ എന്ന പേരോടുകൂടി ആവും. അപ്പോൾ അങ്ങനെ പരത്തിയതിന് ശേഷം ഈ പാന്തം എന്നതിൻ്റെ പേര് പറയാം, അത് അതിൻ്റെ അകത്ത് വെച്ച് ഇതുപോലെ എടുക്കും. എന്നിട്ട് മടക്കി എടുക്കും. എന്നിട്ട് ആവിയിൽ വേവിക്കും. ഇതൊക്കെ അതിൽ പെടുന്നതാണ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചത്. അപ്പോൾ ആവിയിൽ വേവിച്ച് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ച് എടുത്ത സാധനമാണ്. ഇത് നമുക്ക് ചായ കുടിക്കുമ്പോഴൊക്കെ നല്ല സുഖമായിട്ട് കഴിച്ച് തിന്നാൻ പറ്റും. അധികം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം കൂടിയാണ്. അപ്പോൾ വലിയ ചിലവുമില്ല. ഇനി ചക്ക വരട്ടിയ തന്നെ വേണമെന്നില്ല. നമുക്ക് തേങ്ങയും വെല്ലവും കുറച്ച് അവലും കൂട്ടി മിക്സ് ചെയ്ത് പാന്തമാക്കി ഇലയിൽ പരത്തിയതിന് ശേഷം നടുക്ക് വെച്ച് വേവിച്ച് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ച് തിന്നാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. പുറമേ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ പല രീതിയിൽ എണ്ണകളുണ്ടാവും. ഇതിൽ എണ്ണ മുഴക്കില്ല. അതുകൊണ്ട് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇതൊന്നും ഉണ്ടാവില്ല. ആർക്കും ഉപയോഗിക്കാം.